ഇതിനെ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ധനലക്ഷ്മി ബാങ്കിൽ ആർക്കൊക്കെയാണ് ശബരിമലയുമായി ബന്ധമുള്ള, ശബരിമലയിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ശബരിമലയുമായി ബന്ധമുള്ളവരുടെ മുഴുവൻ അക്കൗണ്ടും പരിശോധിക്കണ്ടേ? അവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? മറ്റ് ബാങ്കുകളിൽ അവർ അക്കൗണ്ടുകൾ എത്രയാണ്? ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ആ അക്കൗണ്ടുകളിൽ എത്ര അക്കൗണ്ടുകളുണ്ട്? അവിടെയെല്ലാം എത്ര രൂപ ചെന്നു? ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അക്കൗണ്ടിലേക്ക് എത്ര ചെന്നു? ഇത് അന്വേഷിക്കണ്ടേ? അവിടെ ഓരോന്നും കൊട്ടേഷൻ കൊടുക്കുമ്പോൾ, ലേലം കൊടുക്കുമ്പോൾ, ശർക്കരയായാലും തേങ്ങയായാലും ഏത് വിഷയമായാലും, അതുപോലെ തന്നെ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതായാലും അരവണ ഉണ്ടാക്കുന്നതായാലും സാമ്പ്രാണിത്തിരി വാങ്ങുന്നതായാലും സകല കാര്യത്തിലും ബിനാമികളെയും കൊട്ടേഷനെയും സംഘത്തെയൊക്കെ വച്ച് വലിയ ഒരു ടീമാണ്. അതിനകത്തൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. മുസ്ലിംമാന്മാരുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. എല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു കോക്കസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ശബരിമലയിലെ ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ള പുറത്തു വന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ കൊള്ള പുറത്തു വന്നെങ്കിലും കൊള്ളക്കാരെ മുഴുവൻ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആരുടെയെങ്കിലും ഡയറക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം അതും സർക്കാർ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവർ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണനിലേക്കാണ്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണനിൽ നിന്ന് എല്ലാം എടുത്തതിന് ശേഷം അടുത്ത ആളുകളിലേക്ക് കണക്ട് ചെയ്ത് പോകാം. ബാക്കി ആളുകളിലേക്ക് കണക്ട് ചെയ്ത് പോയാൽ ഉണ്ണികൃഷ്ണന്റെ ഫോക്കസ് പോകുമോ എന്നുള്ളൊരു ടീം. കാരണം ടീം എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നിരിക്കുന്നത് നമുക്കറിയത്തില്ല. IPS ഓഫീസർമാരൊക്കെ ഉള്ളതല്ലേ.